ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ട്രാവൽ വ്ളോഗാണ്. എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ട്രാവൽ വ്ളോഗാണിത്. അപ്പോൾ നമുക്ക് കാസർഗോഡ് നിന്ന് ഒന്ന് തിരുവനന്തപുരം വരെ പോയി വന്നാലോ. തിരുവനന്തപുരത്തെ ഞാൻ പോയ കുറച്ച് സ്ഥലങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം 3:05 തിരുവനന്തപുരം എക്സ്പ്രസ്സിനാണ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയത്. അപ്പോൾ ഞാൻ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾക്കൊന്ന് കാണിക്കാം. ഇതാണ് നമ്മുടെ സ്റ്റേഷൻ. അപ്പോൾ ട്രെയിൻ എത്തി. തിരുവനന്തപുരം എക്സ്പ്രസ് ആണിത്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ കയറി. അപ്പോൾ ട്രെയിൻ രാവിലെ 4 മണിക്ക് തന്നെ തിരുവനന്തപുരം സെൻട്രലിൽ എത്തിയിരുന്നു. ഞങ്ങൾ വണ്ടിക്ക് വേണ്ടി കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു. ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ് പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ പോയത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. പക്ഷെ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. രാവിലെ ഒരു 8 മണിയാകുമ്പോഴൊക്കെ നമ്മൾ അവിടെ എത്തിയിരുന്നു. അവിടെ കിഴക്കേ നടയൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. വടക്കേ നടയിലൂടെ പോയി അവിടെയൊക്കെ കറങ്ങി. അന്ന് അവിടെ കൊടിയേറ്റമായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാനുള്ളൊരു ഇത് കിട്ടി ഞങ്ങൾക്ക്. അത് കഴിഞ്ഞ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ പോയി. പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തു. അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഈവനിങ് ആണ് വീണ്ടും യാത്ര പോയത്. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ പോയത് വെള്ളായണി കിരീടം ബ്രിഡ്ജിലേക്കാണ്. കാണാൻ നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. ഒരു കായലും പിന്നെ അവിടെ ഫുള്ള് ചുറ്റും പാടം, നെൽകൃഷിയൊക്കെ ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ കിരീടം ബ്രിഡ്ജ് എന്ന പേര് കിട്ടാനുള്ള ഒരു കാരണം എന്താ പറഞ്ഞാൽ, ഈ കിരീടം സിനിമയിലെ കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി എന്നുള്ള ആ പാട്ട് ഷൂട്ട് ചെയ്തത് ഈ സ്ഥലത്തു നിന്നാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ പാലം ഉണ്ടല്ലോ, ഇപ്പോൾ കാണുന്ന ഈ പാലത്തിൽ നിന്നാണ് മോഹൻലാൽ ആ കരയുന്ന ഒരു സീനൊക്കെ. നിങ്ങൾ ആ പാട്ട് നോക്കിയിട്ട് ഈ ബ്രിഡ്ജ് നോക്കിയെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും അത് ക്ലിയറായി മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പാലത്തിലൊക്കെ പോയി ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ, അവിടെ വേറെയും കുറേ ഫോട്ടോഷൂട്ടും കല്യാണ ഷൂട്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. കാരണം അത് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് പലരും അവിടെ കാണാനും ഫോട്ടോസൊക്കെ എടുക്കാനും വരാറുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ കിരീടം ബ്രിഡ്ജൊക്കെ കണ്ടതിന് ശേഷം പിന്നീട് ഞങ്ങൾ പോയത് ലുലു മാളിലേക്കാണ്. തിരുവനന്തപുരം ലുലു മാളിലേക്കാണ്. ഫുള്ളായിട്ട് വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, കാരണം അത് കുറേ ഉണ്ടല്ലോ. ഞാൻ കുറച്ച് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വേഗം പോയിട്ട് ആ വീഡിയോസൊക്കെ കണ്ടോ. ഇതാണ് ലുലു മാളിൻ്റെ പാർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണാം, മുകളിലായിട്ട് റെഡ് ലൈറ്റും പിന്നെ ഗ്രീൻ ലൈറ്റും ഒക്കെ കാണുന്നുണ്ട് ചില സ്ഥലത്ത്. അപ്പോൾ ഇവിടെ റെഡ് ലൈറ്റ് മീൻസ് വെഹിക്കിൾ പാർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ഗ്രീൻ ലൈറ്റ് അവിടെ ഒന്നുമില്ല, നമുക്ക് പാർക്ക് ചെയ്യുക വേണമെങ്കിൽ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഫ്രീ ആയിട്ടാണ് പാർക്ക് ചെയ്യുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞെങ്കിൽ പൈസ കൊടുത്തിട്ടാണ് പാർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ പോയത് ചോക്ലേറ്റിൻ്റെ ഒരു സെക്ഷനിലേക്കാണ്. പല വെറൈറ്റിയുള്ള കുറേ ചോക്ലേറ്റ്സ് ഒക്കെ ഇവിടെയുണ്ട്. ചോക്ലേറ്റിൻ്റെ ആ സെക്ഷൻ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോയത് ഫ്രൂട്ട്സ് വെജിറ്റബിളിൻ്റെ ആ സെക്ഷനിലേക്കാണ്. അപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ കിട്ടുന്ന പല വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇത് വാഴയുടെ കൂമ്പ്, ഇതിനൊക്കെ ഇവിടെ 34 രൂപയാണ് കിലോയ്ക്ക്. ഇത് മുള്ളൻചക്ക, നമ്മളവിടെയൊക്കെ വെറുതെ കളയുന്ന സാധനങ്ങളൊക്കെയാണ്. പാഷൻ ഫ്രൂട്ടിനൊക്കെ 199 രൂപയാണ് 1 കിലോയ്ക്ക്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഐസ്ക്രീമിൻ്റെ ഒരു സെക്ഷനിലേക്കാണ്. ഐസ്ക്രീം അതുപോലെ തന്നെ പല വെറൈറ്റിയിൽ നമുക്ക് ഏത് ഐസ്ക്രീമിൻ്റെ ഫ്ലേവർ വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ ഐസ്ക്രീമും ഇവിടെയുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും ഇത് കാണുമ്പോൾ.
അപ്പോൾ പിന്നെ നോമ്പിൻ്റെ സമയമായതുകൊണ്ട് ഇവിടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് മാത്രമല്ല പലതരം സ്നാക്സും പിന്നെ സലാഡൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഐസ്ക്രീമിൻ്റെ പിന്നെയും കുറേ സെക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ചെറിയ ഇത് കാർഡ്ബോർഡ് ബോക്സില്ലേ അതുപോലെയുള്ള ബോക്സിലാക്കി പിന്നെ ഇങ്ങനെ സിപ്പപ്പ് പിന്നെ ചെറിയ ചെറിയ ഐസ്ക്രീംസിൻ്റെ ഒക്കെ സെക്ഷനാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കോസ്മെറ്റിക്സിൻ്റെ ആ ഒരു സെക്ഷനിലേക്കാണ് പോയത്. അവിടെയും കുറേ പലതരം സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പക്ഷെ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പെർഫ്യൂമിൻ്റെ ഒരു സെക്ഷനാണ്, പലതരം പെർഫ്യൂമുണ്ട് ഇവിടെ. പിന്നീട് ഞങ്ങൾ പോയത് ഡ്രസ്സിൻ്റെ ഒരു സെക്ഷനിലാണ്. അപ്പോൾ പല വെറൈറ്റിയുള്ള ഏത് ഡ്രസ്സ് വേണമെങ്കിലും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇങ്ങനെ ലുലു മാള് ചുറ്റി കറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുകളിലേ കൂടി ഇങ്ങനെ ഒരു സാധനത്തിലൂടെ പോകുന്നതാണ്. അപ്പോൾ ഇതിലൂടെ പോയാൽ നമുക്ക് മൊത്തം ഇങ്ങനെ ചുറ്റി കാണാവുന്നതാണ്. പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് ചുറ്റി കറങ്ങി ഫുഡൊക്കെ കഴിച്ച് പിന്നെ പോയത് ഗെയിമിൻ്റെ ഒരു സെക്ഷനിലേക്കാണ്. പലതരം ഗെയിംസൊക്കെ ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്ന കുറേ ഗെയിമുണ്ട് ഇവിടെ. തിരുവനന്തപുരം ലുലു മാള് കണ്ടതിന് ശേഷം പിന്നീട് ഞങ്ങൾ പോയത് ശംഖുമുഖം ബീച്ചിലേക്കാണ്. അപ്പോൾ ബീച്ചിൽ രാത്രി പോയതുകൊണ്ട് കടൽ അങ്ങനെ ഫോണിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയില്ല, പക്ഷേ നമുക്ക് നേരിട്ടാകുമ്പോൾ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അവിടെയെല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി. ആളുകളൊക്കെ കുറേ ഉണ്ടായിരുന്നു. രാത്രിയിൽ കറങ്ങാൻ വേണ്ടി വന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ഞങ്ങൾ പോയത് ആഴിമല ശിവക്ഷേത്രത്തിലേക്കാണ്. വളരെ മനോഹരമായ സ്ഥലം തന്നെയാണ് ഇതും. കടലിനോട് ചേർന്ന് ഒരു ശിവൻ്റെ വിഗ്രഹം ഒക്കെ പണിതിട്ടുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ കടലിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ വിഗ്രഹവും അമ്പലമൊക്കെ ഉള്ളത്. അപ്പോൾ ശിവൻ്റെ ഒരു വലിയ വിഗ്രഹമാണ്. ഗംഗാദേവി ഇങ്ങനെ ശിവൻ്റെ ജടയിലൊക്കെ ആയി ഉള്ള ഒരു വിഗ്രഹമാണിത്. അപ്പോൾ ആദ്യം ഞങ്ങൾ എത്തുമ്പോഴേക്കും അവിടെ ഒന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഉള്ളിലേക്ക് കടന്നത്. അപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഫോട്ടോ ഒന്നും എടുക്കാൻ അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ശിവൻ്റെ വിഗ്രഹത്തിൻ്റെ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ ഈവനിങ് പോയത് പൂവാർ ബാക്ക് വാട്ടേഴ്സിലേക്കാണ്. അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഇതും വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഭയങ്കര പീസ്ഫുള്ളായിട്ട് കാമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ ഈ ബോട്ടിംഗ് ഒക്കെ ഒന്ന് കാണുക. ഒരു 7 കിലോമീറ്ററോളം ഈ കായലിലൂടെ നമ്മൾ ബോട്ടിൽ പോകുന്നുണ്ട്. പക്ഷെ നമുക്ക് അതിലിരിക്കുമ്പോൾ തീരെ മടുക്കുന്നൊന്നുമില്ല. കാരണം അത്രയും നല്ലൊരു സ്ഥലമായതുകൊണ്ട് കണ്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നും സത്യം പറഞ്ഞാൽ.
കുറേ ഹൗസ് ബോട്ടും പിന്നെ ബാക്കി കുറേ ബോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബോട്ടിലിരുന്നുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ. വളരെ നല്ലൊരു സ്ഥലമാണ് ഈ പൂവാറ് എന്ന് പറയുന്നത്. ഇപ്പോൾ കായലും കടലൊക്കെ ഒന്നിച്ച് നിൽക്കുന്ന സ്ഥലം, പിന്നെ കായലിൻ്റെ കടലിൻ്റെ ഇടയിൽ കുറച്ച് ഐലൻഡാണ് കുറച്ച് സ്ഥലം. അപ്പോൾ അവിടെയൊക്കെ നിൽക്കുമ്പോൾ ഈ സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ കാണാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനൊരു യൂട്യൂബ് ട്രാവൽ വ്ളോഗ് ചെയ്യുന്നത്. എനിക്കിങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വീഡിയോ ഒന്നും എടുത്തിട്ട് വലിയ പരിചയമൊന്നുമില്ല. അപ്പോൾ അതിൻ്റേതായ കുറേ മിസ്റ്റേക്സൊക്കെ വീഡിയോയിലുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.